പ്രതിഷേധം രേഖപ്പെടുത്തിയാൽ മാത്രമേ നാളുകളിൽ ഇതിനെക്കുറിച്ച് നമുക്ക് സംഭവിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കർഷക കൂട്ടായ്മയ്ക്കും കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ സമരത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി കർഷക കൂട്ടായ്മയുടെ കൺവീനർ ശ്രീ എ.വി. സേട്ടനെ ക്ഷണിച്ചുകൊള്ളു. PFC കർഷക സമിതി രക്ഷാധികാരിയും നമ്മുടെ വികാരിച്ച റവറൻഡ് ഫാദർ ബിനോയ് പള്ളിപ്പറമ്പച്ചനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം AKCC പ്രസിഡന്റ് ശ്രീ സിജോ അരിക്കാടൻ, പാടശേഖര ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം നിർത്തുന്നു. നന്ദി. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ സമരം ഒരു ധാർമ്മികയുടെ സമരമാണ്. ഈ പ്രതിഷേധ സമരം നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഈ ശബ്ദം നമുക്ക് കളക്ടറേറ്റ് മുതൽ കളക്ടറുടെ അടുത്തേക്ക് വരെ എത്തിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ പൊതുജനങ്ങളും കർഷകരും രംഗത്തിറങ്ങി വലിയൊരു സമരത്തിന്റെ ഭാഗമായിട്ടുള്ള തുടക്കം കുറിക്കുകയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി. നാളുകളിൽ ഇനിയും നമുക്ക് അറിയാം, ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട്. ഇതെല്ലാ വർഷവും ഇത് പറയുന്നതല്ലാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. നമ്മുടെ കരിങ്ങിച്ചിറ പാടത്തൊരു സൂയിസ് ബ്രിഡ്ജിന്റെ കാലഘട്ടം നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി, ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഒരിക്കലും ഇവിടെ ഉപ്പുവെള്ളം കയറാത്ത രീതിയിലേക്കുള്ള സംവിധാനം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തും പഞ്ചായത്തിന്റെ ഭാഗത്തും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തേണ്ട ആവശ്യകതയുണ്ട്. അതിലേക്കും ഈ വർഷം തന്നെ നമ്മുടെ ഉപ്പുവെള്ളം കയറിയ കർഷകര് പ്രതിസന്ധിയിലായി. അവരുടെ കുടുംബങ്ങള് അവരുടെ ആകെ വെള്ളത്തിലും ആകുന്ന പോലെ വളരെ വിഷമത്തിലാകുന്ന രീതിയിലേക്ക് അവരുടെ കുടുംബവും അവരുടെ പട്ടിണിയിലേക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം അവർക്ക് സംഭവിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ശാശ്വത പരിഹാരം ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ സർക്കാർക്കും പഞ്ചായത്തിനും ഒക്കെ ഉണ്ട്, കൃഷി വകുപ്പിനുണ്ട്. അപ്പൊ അതിലേക്കും ഇനി നശിച്ചുപോയ കാര്യങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരയുടെ പ്രഖ്യാപനം നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം, ഭൂനികുതി 50% വർധനവ് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കർഷകരും അതിലും പ്രതിസന്ധിയിലേക്കും അവരുടെ ജീവിത സാഹചര്യത്തിലേക്ക് താളം തെറ്റുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ സർക്കാരിന്റെ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാര് അവരുടെ രീതിയിലേക്ക് ആ അഭിമാനമായ കർഷക ഭൂമിയെ ആരും സഹായിക്കാനില്ല. ഇന്ന് രാഷ്ട്രീയക്കാരുടെ താളത്തട്ടിനായി കളിപ്പാട്ടമാക്കി മാറ്റിയിരിക്കുന്നു ഈ കർഷക ഭൂമിയെ. കർഷകന്റെ വേർപ്പ് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പഞ്ചായത്ത് അധികാരികൾ, കൃഷിഭവൻ, ആരും ഇതില് കർഷകനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉപ്പ് 3 മാസമായി കർഷകൻ ഈ പാടത്ത് കിടന്ന് അധ്വാനിച്ച് ഒരു നിമിഷം കൊണ്ട് ഉപ്പ് വന്ന് കയറുന്നു. എന്തുകൊണ്ട്? ഒരു പഞ്ചായത്തിന്റെ ഒരു അതിർത്തിയാണ് ഉപ്പ് കിടക്കുന്ന അതിർത്തി, കരിങ്ങിച്ചിറ. അത് ഒരു പൂർണ്ണമായി കർഷകന് വേണ്ടിയിട്ട് അത് കെട്ടി തടഞ്ഞു നിർത്താനുള്ള കഴിവ് നമ്മുടെ പഞ്ചായത്തിനില്ലേ? ഒരു കർഷകന്റെ വേർപ്പിന്റെ വില ആരറിയോ? ഇന്ന് എത്രയും നഷ്ടങ്ങൾ, ഒത്തിരി നഷ്ടപ്പെട്ട് ഒത്തിരി ദുഃഖിക്കുന്നവർ നമ്മുടെ ഈ പാടശേഖരത്തിലുണ്ട്. അവരുടെ വേദനകളൊക്കെ ആരും മനസ്സിലാക്കും? ഈ പഞ്ചായത്ത്, നമ്മുടെ പഞ്ചായത്ത് അധികാരികള്, കൃഷിഭവൻ, നമ്മുടെ നാട്, നമ്മ ജനങ്ങൾ ഒന്നിക്കേണ്ട സമയം കഴിഞ്ഞു. രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. ഇതില് നമ്മുടെ കൃഷിഭൂമി നമുക്ക് സംരക്ഷിക്കണം, നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. നമ്മുടെ പൂർവികരുടെ കഠിനാധ്വാനമാണ് ഈ കൃഷിഭൂമി. അവരുടെ നട്ടെല്ല് ഒടിഞ്ഞ അന്ന് വണ്ടുമില്ല, മോട്ടറുമില്ല, ഒന്നുമില്ല. അന്ന് ചക്രം തേവി അവർ പൂർവികര് കഷ്ടപ്പെട്ട ഈ കർഷക ഭൂമി ഇന്ന് ഉപ്പിന്റെ കളിപ്പാട്ടമാക്കി തീർത്തു, രാഷ്ട്രീയക്കാരുടെ കളിപ്പാട്ടമാക്കി തീർത്തിരിക്കുന്നു. ഒത്തിരി വേദനിക്കുന്ന കർഷകരുടെ കണ്ണുനീരാണ് ഇന്ന് ഈ ഉപ്പ് കയറി കരിഞ്ഞിരിക്കുന്ന കർഷക ഭൂമി. ഓക്കെ, എന്റെ സംസാരം ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു ചെറിയ വീഡിയോ എന്തെന്നാ പറയാ, പാടശേഖരത്തിൽ നിന്നുകൊണ്ട് തന്നെ കർഷകന്റെ കണ്ണീര്. അതും ഫ്രാൻസിസ് പറയുന്നുണ്ട്, എന്റെ മാത്രം ഒരു തളർച്ചയല്ല, ഇവിടെയുള്ള വളരെ സാധാരണ മനുഷ്യരുടെ ഒരു ക്ഷീണമാണിത്. അതുകൊണ്ട് ഇതിന് ഒരു പ്രത്യുത്തരം ഉണ്ടാവണം. ആ ഒറ്റയ്ക്കുള്ള ഒരു സമരമാണ് ഒരു പക്ഷേ നമ്മളെയും കണ്ണു തുറപ്പിച്ചത്. ഫ്രാൻസിസിന് അഭിനന്ദനങ്ങള്. അതൊരു കനലായി കത്തിങ്ങനെ കയറുകയായിരുന്നു ഫ്രാൻസിസ് അവിടെ വെച്ച്. കാരണം കർഷകരുടെ സ്വന്തം വിയർപ്പിന്റെ വിലയ്ക്ക് ഒന്നും സർക്കാർ പോലും, അല്ലെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടവർ പോലും, പരിഗണിക്കേണ്ടവർ പോലും അത് കാണുന്നില്ലെന്ന് വരുമ്പോൾ അവരുടെ വേദനയും വിഷമങ്ങളൊക്കെ വളരെ വലുതാണ്. അവർക്ക് അവരുടെ ജീവിതമാണത്. അവരുടെ വിയർപ്പിന് ഞങ്ങളും കൂടെ ഒരുമിച്ച് ഈ കർഷകരുടെ എല്ലാം അവരുടെ ഈ ഒരു ഐക്യത്തിന് ഞങ്ങളും യോജിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങളോടൊപ്പം ഇതിന്റെ നാടിന്റെ നന്മയ്ക്ക്, സമൂഹത്തിന്റെ ഉന്നമനത്തിന്
കാർഷിക കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഞങ്ങളും കൂടെ ആവുന്ന അത്ര ഇവിടെയുള്ള ദേവാലയം എന്നുള്ള രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ ആശ്രയമായി തീരേണ്ട ഈയൊരിടം നിങ്ങൾക്കും കൂടെ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഏത് കാര്യത്തിനും നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വരാവുന്ന മേഖലകളിലൊക്കെ ഞങ്ങൾ കടന്നു വരികയും നമുക്കൊരു പുതിയ സംസ്കാരം, ഒരു കാർഷിക സംസ്കാരം രൂപപ്പെടുത്തുകയും ചെയ്യാം. AKCCയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ കർഷക കൂട്ടായ്മയോടൊപ്പമുള്ള ഈ പ്രതിഷേധ സമരം അനുഗ്രഹമാക്കി തീർക്കണം. ഇതെല്ലാവരുടെയും ശ്രദ്ധ തിരിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത വർഷം കുറച്ച് മുന്നേ തന്നെ ഈ കാര്യങ്ങൾക്കൊരു ശമനമുണ്ടാക്കും വിധം ഇവിടെ ആവശ്യത്തിന് തടയണകളും കാര്യങ്ങളും ഒക്കെ കെട്ടി ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കപ്പെടുവാൻ ഇവിടുത്തെ അധികാരികൾക്ക് മനസ്സ് തോന്നാനും അവരതിനുണർന്ന് പ്രവർത്തിക്കാനും ഇവിടെ പ്രവർത്തിക്കുന്നവരുണ്ട്, ഇവിടെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തുല്യമായി ഗവൺമെന്റ് സംവിധാനങ്ങൾ ചെയ്യാനായിട്ട് പര്യാപ്തരാണ്. കാർഷിക കേരളം ഒന്നു ചേർന്ന് നിങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങളും ഉണ്ട്. ഈ ഐക്യദാർഢ്യം വിജയിക്കട്ടെ, ഈ സമരം വിജയിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ ആശംസിക്കുന്നു. ഹലോ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എങ്ങോട്ടാ പോകുന്നേ? ഓ, സുഖം തന്നെ. ഞാൻ കുറച്ച് മരുന്ന് മേടിക്കാൻ പോവാ. മരുന്ന് വാങ്ങാനോ? ചേട്ടൻ എപ്പോഴും മരുന്ന് വാങ്ങാൻ സമയവും അധിക പൈസയും ചെലവാക്കുകയാണോ? എന്താ അങ്ങനെ ചോദിച്ചേ? മരുന്ന് വാങ്ങാനാണെങ്കിൽ നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ മെഡ് ഹോംസുമായി ബന്ധപ്പെട്ടാൽ മതിയല്ലോ. അവർ നമുക്ക് നല്ല ഡിസ്കൗണ്ടും അതിനൊപ്പം ഫ്രീ ഡെലിവറിയും തരുമല്ലോ. അതെത്ര ചെറിയ വിലയുടേതായാലും. എങ്കിൽ മെഡ് ഹോംസിന്റെ നമ്പർ ഒന്ന് തരുമോ? ചേട്ടാ, അത് ചേട്ടന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. മെഡ് ഹോംസ്, ഈസി വേ ടു ബൈ മെഡിസിൻ.